കൂട്ടുകാരെ, മൗനരാഗം നമ്മുടെ സരയുവിന്റെയും ആ ഒരു മനുവിന്റെയും കാര്യത്തിൽ നമ്മുടെ ഷാരിക്ക് പല സംശയങ്ങളും തോന്നുകയാണ്. നമ്മുടെ മനു കള്ളനാണെന്നുള്ള ഒരു കാര്യം നമ്മുടെ ഷാരി മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഇനി വരുന്ന ഒരു എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു സൂചനകൾ തന്നെയായിരുന്നു ഇന്നത്തെ പ്രമോല്. ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ പ്രകാശനും അമ്മയും നമ്മുടെ കല്യാണിയുടെയും കിരണിനെയും അടുത്ത് ഇങ്ങനെ സംസാരിക്കട്ടെ. അപ്പൊ കിരൺ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ജയിലിൽ കയറേണ്ടി വരും. ആദ്യ ഭാര്യയുമായിട്ടുള്ള വിവാഹമോചനം നടത്താതെയാണ് നിങ്ങൾ കല്യാണിയുടെ അമ്മയായ രണ്ടാം ഭാര്യയുടെ കൂടെ ഇത്രയും വർഷം 10-20 വർഷത്തോളം ജീവിച്ചത്. അതിന് നിങ്ങൾ എന്തായാലും മറുപടി പറയേണ്ടി വരും എന്ന് നമ്മുടെ പ്രകാശിന്റെ അടുത്ത് നമ്മുടെ കിരൺ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രകാശിന് ഒരു കുലുക്കവും ഇല്ലാട്ടോ. ടേക്ക് ഇറ്റ് ഈസി മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോമഡി പോലെ ആട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഷാരി നമ്മുടെ രാഹുലിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പല കണക്കുകൂട്ടലും തെറ്റിയിരുന്നു, അതൊക്കെ ശരിയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ താരയുടെ കാര്യമൊക്കെ. അതിനുശേഷം നമ്മുടെ ഷാരി പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് മറ്റൊരു സംശയം ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് നമ്മുടെ മനുവിന്റെ കാര്യം കേട്ടോ. അതും ഇനി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം, എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഷാരി നമ്മുടെ മനുവിന്റെയും സരയുവിന്റെയും റൂമിൽ വന്ന് നോക്കുന്നൊരു രംഗമാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഷാരിക്ക് മനുവിനെ പറ്റി ഏകദേശ ധാരണയൊക്കെ ആയി. ഇനി അത് സരയുവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ നമ്മുടെ ഷാരിക്കുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നും നമ്മുടെ മൗനരാഗത്തിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ മൗനരാഗം ക്ലൈമാക്സിലേക്ക് പോകുകയാണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.